ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന nth ടേം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സീക്വൻസ് 3, 5, 7, 9 ഈ ഒരു സീക്വൻസിൽ ഡി എന്തായിരിക്കും? ഡി നമുക്കറിയില്ല. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഡി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ടേം എന്നാൽ 5 മൈനസ് ഫസ്റ്റ് ടേം എന്നാൽ 3 ഈസ് ഈക്വൽ ടു 2 അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് വേറൊന്നും കൂടി ഇല്ല. ഇപ്പോൾ 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്താലല്ലേ 5 കിട്ടാൻ, 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്താലേ 7 കിട്ടാൻ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? 2. അതേപോലെ എഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേം അതിൻ്റെ അകത്ത് 3. അപ്പോൾ ആ 3 ആയിരിക്കും എന്തെന്ന്? എഫ്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് nth ടേം എന്താണെന്ന് പറയാം. nth ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീക്വൻസ് ഇപ്പോൾ ഇവിടെ 4 നമ്പേഴ്സിൽ ഇവിടെ 4 ടേംസിൽ ഇവിടെ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒരു 10th ടേം കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ആ ഒരു ടേമിൻ്റെ അറിയില്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കിയെടുക്കും? n ആക്കിയെടുക്കും. നമുക്ക് അറിയാത്തൊരു ടേമിനെയാണ് നമ്മൾ n ആക്കിയിട്ട് എടുക്കാൻ. ഓക്കെ. അപ്പോൾ അതിനൊരു nth ടേം കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് ഇക്വേഷൻ. ഇതെല്ലാവരും നോട്ട് ചെയ്തെടുത്തോട്ടോ. ത്രൂ ഔട്ട് നമുക്ക് ആവശ്യം വരും. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇനി നമുക്ക് ഈ ഒരു ഇതന്നെ വെച്ച് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആക്കി എടുത്തോ. അപ്പോൾ ഇതിൽ നമുക്ക് x10 കണ്ടുപിടിക്കണം. ഓക്കെ. x10 കണ്ടുപിടിക്കണം. ഇവിടെ ഡി. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം തന്നാൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. ഇക്വേഷനിൽ വേണ്ട എന്തെല്ലാം? ഡി എന്താന്ന് വേണം. അപ്പോൾ ഇവിടെ ഡി എന്താ? ഡി ഈസ് ഈക്വൽ ടു എന്താ? 2. പിന്നെന്താ വേണ്ടേ? എൻ എത്രയാ? എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടേമാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ടേം ആയിരിക്കും എൻ. ഇവിടെ 10 അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ 10 ആയിരിക്കും എന്തെന്ന്? എൻ. പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഈ ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്താ? 3. ഓക്കെ. എല്ലാം ആയില്ലേ? ഇനി നമ്മൾ ഇതെല്ലാം ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താ? ഒന്നും കൂടി നോക്ക്. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ xn പകരം നമ്മൾ x10 അല്ല കണ്ടുപിടിക്കേണ്ട. അപ്പോൾ x10 ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 10 പ്ലസ് എഫ് എന്താ? 3 മൈനസ് 2. അപ്പോൾ 2 ഇൻറ്റു 2 10 20 പ്ലസ് 3 മൈനസ് 2 1 ഈസ് ഈക്വൽ ടു കാണുന്നില്ല. 2 ഇൻറ്റു 10 20 പ്ലസ് 3 മൈനസ് 2 1 ഈസ് ഈക്വൽ ടു 21. അപ്പോൾ x10 നമുക്ക് കിട്ടിയ എന്തെന്ന്? 21. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ. ഇതാ നോക്ക്. ഇതാണ് ക്വസ്റ്റ്യന്. 5, 8, 11 ഇതാണ് സീക്വൻസ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x21. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതണോ? ഫസ്റ്റ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്താ? ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം 8 മൈനസ് 5. 8 മൈനസ് 5 എന്താ? 3. പിന്നെ നമ്മൾ എന്ത് എഴുതണ്ടേ? എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇവിടെ എന്തെന്നാ? 5. ഓക്കെ. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതി കൊടുക്കാൻ. xn ഈസ് ഈക്വൽ ടു എന്തെന്നേനോ? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? x21. അപ്പോൾ x21 ഈസ് ഈക്വൽ ടു നമ്മളിവിടെ n എഴുതാൻ മറന്നു. എന്തെന്നാ? ഏതാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഏത് ടേം കണ്ടുപിടിക്കേണ്ടത്? 21. അപ്പം n ഈസ് ഈക്വൽ ടു 21. ഇനി നമുക്ക് എഴുതാം. ഡി എന്തെന്നാ? 3 ഇൻറ്റു 21 പ്ലസ് എഫ് എന്താ? 5 മൈനസ് ഡി എന്താ? 3. അപ്പോൾ 3 ഇൻറ്റു 21 എത്രയാ? 3 ഇൻറ്റു 21 63 പ്ലസ് 5 മൈനസ് 3 2 ഈസ് ഈക്വൽ ടു 63 പ്ലസ് 2 65. ഓക്കെ. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ചെയ്യാൻ? ആദ്യം ഒരു ക്വസ്റ്റ്യന് കിട്ടിയാൽ നോക്ക് 5, 8, 11 കിട്ടിയാൽ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. എന്നിട്ട് നമ്മൾ n എന്ന് പറഞ്ഞാൽ ഏത് ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അതായിരിക്കും n. പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇത് മറന്നു അല്ലേ? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഒരു ഇക്വേഷൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ.
ഇതാ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ. x3 26 ആണ് തന്നിട്ടുണ്ട്, x8 61 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പം അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ ഇത് ഫുള്ളായിട്ട് ചെയ്തല്ലാണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. മറന്നുവല്ലേ, അത് നമുക്ക് ഒന്ന് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ടേം എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഇതാണ് ടേം 61 26, ഇതാണ് ടേം ആൻഡ് ഇതാണ് പൊസിഷൻ. അപ്പോൾ ഇവിടെ ടേം എന്തെന്നാ 61 മൈനസ് 26 ബൈ പൊസിഷൻ എന്താ 8 മൈനസ് 3. ഓക്കെ, അപ്പോൾ എത്ര കിട്ടാൻ മൈനസ് ചെയ്താൽ 35 ബൈ 5. 35 ബൈ 5 ഈസ് ഈക്വൽ ടു 7. ഓക്കെ, ടേം ഡിഫറൻസ് ഡി കോമൺ ഇങ്ങനെ വന്നിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. എന്തെന്നാ x3 ഈസ് ഈക്വൽ ടു 34 ആൻഡ് x6 ഈസ് ഈക്വൽ ടു 67. ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണും. അപ്പോൾ എങ്ങനെയാണോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ എന്തെന്നാ ടേം എന്തല്ല തന്നത്, ആദ്യം നമ്മൾ വലുത് എഴുതാണ് 67 മൈനസ് 34. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, അറിയില്ലേ. പിന്നെ 6 മൈനസ് 3. അപ്പം എത്രയായിരിക്കും 33 ബൈ 6 മൈനസ് 3 3. അപ്പോൾ 33 ബൈ 3 11. ഓക്കെ, ക്ലിയർ അല്ലേ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും 2 മാർക്കിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചത്, nth ടേം കാണാനും കോമൺ ഡിഫറൻസ് കാണാനും. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ xn എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടേമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നമ്പർ, പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, പിന്നീട് അതുപോലെ പിന്നെ എന്താ പഠിച്ചാൽ കോമൺ ഡിഫറൻസ് കാണാൻ. ഏതെങ്കിലും ടേംസ് എന്നിട്ട് അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് പറയുമ്പോൾ നമുക്ക് 2 ടേം തന്നിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ സെക്കൻഡ് ടേമിൻ്റെ പൊസിഷൻ മൈനസ് ഫസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ. ഓക്കെ.